ഇനി അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം സൗമ്യ. പദമാടി തിരുമുടി ഇന്നലെ രാവായി പാടി മറഞ്ഞു നിന്റെ അനാഥമൗനം. കണ്ണിൽ നിന്നയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലിയൊഴിഞ്ഞോ. പൊന്നോ പൂമൊട്ടോ വർണ്ണത്തിലോ നിൻ ഭാവം മോഹനമാക്കി. പദമാടി തിരുമുടി ഇന്നലെ രാവായി പാടി മറഞ്ഞു നിന്റെ അനാഥമൗനം. കണ്ണിൽ നിന്നയിൽ ഓർമ്മപ്പൂവിൽ ഇന്നാരോ പീലിയൊഴിഞ്ഞോ. പൊന്നോ പൂമൊട്ടോ വർണ്ണത്തിലോ നിൻ ഭാവം മോഹനമാക്കി. സൗമ്യ,
ഗംഭീരായിട്ട് പാട്ട് പാടിയതാണ് എന്റെ വിശ്വാസം. അവിടെ എന്തോ ഗാഢമായ ചർച്ചയാണ്. സൗമ്യനെ നീ ഇവിടെ പാടിക്കണോന്ന് ആലോചിക്കായിരുന്നു. സൗമ്യനേക്കാളും നന്നായിട്ടാണല്ലോ സൗമ്യയുടെ അമ്മമാര് പാടുന്നത്. ഞങ്ങൾ അതിന്റെ തീരുമാനം അമ്മമാര് മതിന്നാക്കി. പക്ഷെ അമ്മമാരുടെ ആഗ്രഹം സൗമ്യ പാടണതാണ്. അപ്പൊ പിന്നെ സൗമ്യ തന്നെ പാടട്ടെ അല്ലേ? എന്നാ അങ്ങനെ ചെയ്യാം. അങ്ങനെ ആവട്ടെ. ഇപ്പൊ സൗമ്യ പാടിയത് എങ്ങനെയുണ്ട്? സൗമ്യ ഉഗ്രനായിട്ട് പാടി. അല്ല, മിടുക്കിയായിട്ട് ആസ്വദിച്ച് പാടി. സ്വന്തമായിട്ട് ആ പാട്ട് ആസ്വദിച്ച് പാടി. പിന്നെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിന്റെ ഒരു കോമ്പോസിഷൻ ആണ്. അദ്ദേഹം എൻ്റെ ഗുരു കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം ഇത്തരത്തിലാണ്. അതിനെക്കുറിച്ച് കൂടുതലും പറയാൻ നമ്മുടെ വേണുചേട്ടൻ അറിയാം. കാരണം അദ്ദേഹം പെരുമ്പാവൂർ സാറുടെ ഒരുപാട് പാട്ടുകൾ സിനിമയിൽ പാടിയിട്ടുണ്ട്. ഞാനൊക്കെ കുറച്ച് പാട്ടേ പാടിയിട്ടുള്ളൂ. അതിന് മുൻപ് സൗമ്യ എടുത്ത ഈ ഒരു പാട്ടിന്റെ ഒരു മൂഡ് കംപ്ലീറ്റ്ലി നമ്മളെല്ലാരെയും അങ്ങോട്ട് ശരിക്കും പിടിച്ചു വെക്കുന്ന ഒരു പാട്ട്. അത് ഗംഭീരമായിട്ട് പാടി നല്ലോണം ആസ്വദിച്ച് അതിനൊരു പ്രത്യേക ഫീൽ ഉണ്ട് ആ പാട്ടിന്. നമ്മളത് ശ്രുതി ചേർന്ന് പാടുമ്പോഴേ ആ ഫീല് വരുള്ളൂ. അത് വന്നു. എന്താ അമ്മേ, കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞില്ല, നീ തെറ്റുണ്ടോ? തെറ്റുകളൊക്കെ ഇനി അവരോട് ചോദിച്ചു മനസ്സിലാക്കാം. പക്ഷെ ഞാൻ വേറൊരു കാഴ്ച ഉണ്ട് മഞ്ജരി. എന്താ അത്? നമ്മുടെ സൗമ്യ പാടിക്കൊണ്ടിരിക്കുമ്പോ ഭാവങ്ങൾ കൊണ്ട് ആറാടുകയായിരുന്നു ഒരു വ്യക്തി. അതെ, നമ്മുടെ പഴയകാല ജയറാമേട്ടൻ. തലനക്കലും ഇഷ്ടപ്പെട്ട പാട്ടാണിത്. ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. പ്രാക്ടീസ് ഒക്കെ കണ്ടിരുന്നോ? കണ്ടിരുന്നു. അപ്പൊ പ്രാക്ടീസിനേക്കാൾ നന്നായി പാടിയതായി തോന്നുന്നുണ്ടോ? നന്നായിട്ട് പാടിയതിനേക്കാൾ ലയിച്ചും ആ പേടിയില്ലാതെയും അതൊക്കെ കണ്ടപ്പോ പുതിയ സൗമ്യ കണ്ടേ. അതെ. എന്നാ പിന്നെ ഒരു വാക്കും അങ്ങോട്ട് പറയണം. ഇഷ്ടമാണ് 100 വട്ടം. അപ്പൊ 100 ഉള്ളൂ ചോദിക്കും. അതെ, 100 ഉള്ളോ? ഞാൻ കരുതി 100 എന്നൊക്കെ പറയുന്നത്. 100 ഇഷ്ടം. ശരി, വേണുചേട്ടാ, സൗമ്യയുടെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? സൗമ്യ സൂപ്പർ ഏട്ടാ. കൂടുതലൊന്നും പറയാനില്ല. ഈ പാട്ട് എന്റെയും ഗുരുനാഥനാണ് പെരുമ്പാവൂർ രവിചേട്ടൻ. അപ്പോൾ ഒരു ബ്രില്യൻ കോമ്പോസിഷൻ. രവിചേട്ടാ, ഇത് കാണുകയാണെങ്കിൽ ഒരു 100 പ്രണാമം. 100 പ്രണാമം. ഈ പാട്ട് ഒരു ഫീമെയിൽ റേഞ്ചില് അന്യായമായിട്ടുള്ള റേഞ്ചാണ് മുകളിലേക്ക്. അത് പുഷ്പം പോലെ പാടിയിട്ടാ. ഈസി ആയിട്ട് പാടി. ഇപ്പോൾ റിയലി ഗുഡ്, വെരി ഗുഡ്. വളരെ ഇഷ്ടപ്പെട്ടു. എന്തായാലും കഴിഞ്ഞ എലിമിനേഷനിൽ പറഞ്ഞ എല്ലാ വാക്കുകളും സൗമ്യ പാലിച്ചിട്ടുണ്ട് ഈ 2 റൗണ്ടുകളിലായിട്ട് അല്ലേ? കോൺഫിഡൻസ്. അതെ. അപ്പൊ സൗമ്യ, നമ്മുടെ ക്വാർട്ടർ ഫൈനലിൽ 2 റൗണ്ടുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ മെലഡിയാണ് ഇപ്പൊ കഴിഞ്ഞത്. 2 റൗണ്ടുകളിലും നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മുമ്പിൽ ഇനിയുള്ളത് എലിമിനേഷൻ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2. നമ്മുടെ മത്സരം ഇങ്ങനെ പൊടിപിടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. വാശിയേറിയ പോരാട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരാർത്ഥിയെ ഉടൻ തന്നെ വിളിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ, ഒട്ടും സമയം കളയുന്നില്ല. അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം സന്ധ്യ. പൊന്നമ്പിളി കാത്തു നിൽക്കും കുന്നിൻ
സദ്യ എന്തോ നന്നായിട്ട് പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാതെ പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ശ്രമിച്ചു. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റിയോ? വരിയുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം എന്ന് വെച്ചാല് ആദ്യത്തെ വരി തന്നെ ഞാൻ രണ്ടാമതും പാടി. ആ നമുക്ക് ചോദിക്കാം അല്ലേ മഞ്ജരി? എന്താണ് എൻ്റെ സന്ധ്യ, എന്ത് പറ്റി? വീണ്ടും അതേ സ്ഥലത്ത് വന്ന് എത്തി നിന്നു നമ്മൾ. കഴിഞ്ഞ പ്രാവശ്യവും ലിറിക്സ് ഓർമ്മയില്ലാതെ അവിടെയുടെയൊക്കെ പ്രശ്നങ്ങൾ പറ്റി. ഇപ്രാവശ്യവും ലിറിക്സ് വീണ്ടും പ്രശ്നം വന്നു. കൃത്യമായിട്ട് പഠിക്കാത്തതുകൊണ്ടാണോ അതോ? അല്ല, തുടങ്ങിയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വന്നു പോയതാ. സന്ധ്യ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ, സ്പെഷ്യലി ഒരു കോമ്പറ്റീഷൻ ആകുമ്പോഴത്തേക്കും നമ്മൾ തെറ്റിക്കാന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണേ. അത് ആ ലിറിസിസ്റ്റ് ആയാലും ആ മ്യൂസിക് ഡയറക്ടർ ആയാലും നമ്മൾ അവർക്ക് കൊടുക്കുന്നൊരു റെസ്പെക്റ്റ് കൂടിയല്ലേ. അപ്പം ONV കുറുപ്പ് സാറിന്റെ വരികളാണ്. ഇപ്പം സന്ധ്യയുടെ പേര് ഒരാള് തെറ്റിച്ച് പറയുമ്പോൾ സന്ധ്യയ്ക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ? അപ്പൊ അവരിത്രയും കഷ്ടപ്പെട്ട് ആലോചിച്ച് ക്രിയേറ്റീവായിട്ട് എഴുതിയ ഒരു സാധനം നമുക്ക് ഓർക്കാൻ പറ്റണ്ടേ? ഇത്രയല്ലേ ഉള്ളൂ വരികള്. അപ്പം വരി തെറ്റിയതിന് ഞാൻ അതുകൊണ്ടായിരിക്കും ഇതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് ശ്രമിക്കാമായിരുന്നു. നമ്മുടെ ഭാഗത്തൊരു ഉഴപ്പുണ്ടോ? ഉണ്ടോ? എവിടെ ഭർത്താവ് എവിടെ? എന്താണ് കാരണം? ശരിക്കും ഉഴപ്പല്ല, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഓവറായിട്ട് ചിന്തിക്കുന്നതിന്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒന്നുകിൽ കൂടുതൽ നന്നാക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ എന്താവും എന്നുള്ളൊരു പ്രശ്നം അതിൽ നിന്ന് സംഭവിക്കുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മള് നമ്മുടെ മാർക്കിന് വേണ്ടിയിട്ടും മുന്നോട്ട് അടുത്ത റൗണ്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ടും അല്ലേ ഈ പരിശ്രമിക്കുന്ന മുഴുവൻ. അവിടെ ഭർത്താവ് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, അയ്യോ എൻ്റെ ഭാര്യ കറക്റ്റായി പാടട്ടെ, ആലോചിക്കല്ലേ, ഓവറായിട്ട് എന്തിനാ ഈ ഓവറായിട്ട് ആലോചിക്കുന്നത്? ഇവിടെ എന്തിപ്പോ ആലോചിക്കാനുള്ളത്? സുന്ദരമായ മുഖം, നല്ല ഒരുങ്ങി വന്നിട്ടുണ്ട്, ബാക്കി എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസ്, ഭർത്താവ്, നല്ല കട്ടയ്ക്ക് സപ്പോർട്ടിന് നിൽക്കുന്ന ഓർക്കസ്ട്ര. ONV കുറുപ്പ് സാറ് ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് അങ്ങ് മനസ്സിലേക്ക് കയറ്റി വെക്കുക, അങ്ങ് പാട്. എൻ്റെ ദൈവം, എനിക്കിത് ആലോചിക്കുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ വിഷമം തോന്നുക. കാരണം സന്ധ്യക്ക് എന്ത് പൊട്ടൻഷ്യൽ ഉള്ള സിംഗറാ, എന്നിട്ട് ഇങ്ങനെ വന്ന് തെറ്റിക്കാമോ? ചെയ്യാമോ? ഇനി ചെയ്യരുത്. അപ്പൊ രാത്രി ഉറങ്ങുമ്പോഴായാലും പിറുപിറ സംസാരിക്കാന്ന് പറയില്ലേ, അപ്പോഴും ലിറിക്സ് ആയിരിക്കണം. അതെ, ഈ ഓരോരോ സ്റ്റേജ് കഴിയുമ്പോഴും നമ്മുടെ മ്യൂസിക്കൽ വൈബ്സ് എല്ലാവരും ഇമ്പ്രൂവ്മെന്റിന്റെ പാത ആണ്. അപ്പോ ഇത് പാടില്ല അല്ലേ? ഇപ്പോഴും സന്ധ്യയും രചനയും ശത്രുക്കളാ. വാക്കുകൾ ട്യൂൺ മറക്കില്ല, അപ്പോ രചനയും മറക്കാൻ പാടില്ല. ഇപ്പൊ ചില ക്ലൂ മനസ്സിലാണ്. ഇപ്പോ അനുപല്ലവിയില് കുളിർമുല്ലകൾ ഉണ്ട്, അത് വെച്ച് കണക്ട് ചെയ്യണം. ചരണം കുളിരാതിര അവിടെ, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. അപ്പൊ ചില ക്ലൂ വേർഡ്സ് ഉള്ളിൽ വേണം. അതിന് ചുറ്റും നമ്മൾ തന്നെ ഒരു ചിത്രം വിത്ത് മ്യൂസിക് വരയ്ക്കുക. പിന്നെ ഈ വാക്കുകളോടൊരു ബന്ധം ആത്മാർത്ഥമായിട്ട് വേണം ഉള്ളില്. ഇത് ആവർത്തിക്കരുത്, അത് നമ്മുടെ ഒരു നെഗ്ലക്റ്റ് ആണ്. അത് അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ് കേട്ടോ. സന്ധ്യ, നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ക്വാർട്ടർ ഫൈനലിലൂടെയാണ്. 2 റൗണ്ടുകളും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇനി എലിമിനേഷൻ ആണ്. എന്തായാലും ഇതിനു മുമ്പുള്ള റൗണ്ടൊക്കെ നന്നായി പാടി, നല്ല കമന്റ്സ് ഒക്കെ കിട്ടിയതാണ് കേട്ടോ. ടെൻഷൻ ഒന്നും അടിക്കണ്ട, വരുന്നിടത്ത് വെച്ച് കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 പവേർഡ് ബൈ ഈശ്വർ. ഇനി അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം അശ്വിനി. സ്വപ്നങ്ങൾ പൂഞ്ചിപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ, ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചിപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ, കുഞ്ഞു കിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞു കിനാവിൽ ചേക്കേറാം, കുറുവാൽ പറവകൾ നീന്തി നടക്കും നഗരസൈറ്റിൽ നീരാടാം, ഒത്തിരി 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 സ്വപ്നങ്ങൾ പൂഞ്ചിപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ.
അശ്വിനിക്ക് 2 കൈയടി, പാട്ടിനൊരു കൈയടി, കോസ്റ്റ്യൂമിനൊരു കൈയടി. കോസ്റ്റ്യൂം സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്താണോ? സ്വാഭാവികം. കലക്കി, നല്ല കോസ്റ്റ്യൂമാണ് കേട്ടോ. ശരി, പാട്ട് നന്നായി പാടാൻ പറ്റിയോ? ശരിയായിട്ടില്ല. ചേട്ടാ ശരിയായിട്ടില്ല എന്നാണ് പറയുന്നത്, ശരിയായോ? അശ്വിനി, ഒരു എനർജി ഡ്രോപ്പ് ഫീൽ ചെയ്തു. എന്താ കാര്യം? സുഖമില്ല, എന്തു പറ്റി? ത്രോട്ട് പെയിൻ ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നം ഉണ്ട്. എവിടെയോ അശ്വിനിയുടെ മനസ്സ് പാട്ടിലില്ലാത്ത പോലെ തോന്നി. ആണോ? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തിനാ വെറുതെ ടെൻഷൻ? ആവശ്യമുണ്ട് ഒക്കെ, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. ലീവ് ഇറ്റ്. സംഭവിച്ചത് സംഭവാമി യുഗേ. അതെ, പോയി വിട്ടു. മഞ്ജരി. അശ്വിനി ഹായ് മാം. ഡ്രസ് കലക്കി. അടിപൊളി, അതെ, കലക്കി. ഹെയർ അതിലേറെ കലക്കി. ലാസ്റ്റിൽ ഇങ്ങനെയൊക്കെ കുറച്ചു നേരം കൂടെ നിൽക്കായിരുന്നു അവരോടൊപ്പം. നല്ല ക്യൂട്ടായിരുന്നു കാണാൻ. അത് ഞാൻ കുറച്ചുകൂടെ സ്റ്റെപ്സ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പാട്ട് കയ്യിൽ നിന്ന് പോയപ്പം സ്റ്റെപ്പൊക്കെ മറന്നുപോയി. എന്താ ചെയ്യാ, ഇപ്രാവശ്യത്തെ ചാപ്റ്ററിലൊക്കെ ലിറിക്സ് ആണ് ഏറ്റവും വലിയ ഘടകമായിട്ട് ഇവരുടെ മുന്നിൽ വന്ന് നിന്നിരിക്കുന്നത്. അശ്വിനി പാടുമ്പം അശ്വിനി ബോൾഡ് അല്ല, വോയിസ് കുറച്ചുകൂടി ഒരു ഉറപ്പ് വരണം. അതിപ്പോൾ ഒത്തിരി 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 സ്വപ്നങ്ങൾ എന്ന് പാടുന്നത്, ഒത്തിരി 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 സ്വപ്നങ്ങൾ, അത്രയും ഒരു വെയിറ്റ് കൊടുക്കണം. അപ്പോഴേ ആ വോയിസ് നമുക്ക് രജിസ്റ്റർ ആവുള്ളൂ. ഈ ഗെയിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് വോയിസിൽ. അത് പാട്ട് പാടുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സ്വകാര്യം പറയുന്ന പോലെയല്ല. ഫോർ എക്സാമ്പിൾ, ഈ പാട്ട് അശ്വിനിയാണ് പാടുന്നതെന്ന് ആലോചിക്കൂ. അപ്പോൾ അവർ ഓടിച്ചാടി ഭയങ്കര ഇങ്ങനെയല്ലേ സിനിമയിലൊക്കെ സിറ്റുവേഷൻ തരുന്നത്, ഡെയിൻ അറിയാലോ. അപ്പോൾ നമ്മളതിനൊത്ത് പാടിയാലേ ഇവർക്ക് അതിനനുസരിച്ച് ആ ഉഷാറിൽ കളിക്കാൻ പറ്റുള്ളൂ. ഒത്തിരി ഒത്തിരി, എനിക്ക് ആ ഫസ്റ്റ് ലൈൻ ഒന്ന് മാത്രം കേൾക്കണം, ഒന്ന് ഉറപ്പ് വരുത്തി പാടട്ടെ. ഒത്തിരി 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 സ്വപ്നങ്ങൾ. ഇത് നേരത്തെ പാടിയതിനേക്കാളും കുറച്ച് വോളിയം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കൊന്ന് ഇങ്ങനെ പറയുമ്പോഴാണ് അശ്വിനിക്കൊക്കെ അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ വരുന്നത് അല്ലേ? ആദ്യത്തേലൊക്കെ എനിക്ക് അതിനേക്കാളും ഗംഭീരമായിട്ട് കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ധൈര്യമായിട്ട് വോയിസ് ഒന്ന് ബോൾഡ് ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത് ഹെൽപ്പ് ചെയ്യും ഒരുപാട്. അതർവൈസ് ഗുഡ്. താങ്ക് യു മാം. അശ്വിനി, ക്വാർട്ടർ ഫൈനലിലെ 2 റൗണ്ടുകളും കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടുപേരും കുഴപ്പമില്ലാത്ത കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് മിസ്റ്റേക്സും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് ഇതേപോലുള്ള കോസ്റ്റ്യൂംസ് ആയിട്ട് സെമി ഫൈനൽ കാണണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. കാണൂലേ? നോക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 പവേർഡ് ബൈ ഈസൺ. ഇനി അടുത്ത മത്സരത്തെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം പ്രവീണ.
പൂത്തോണിയെത്തിയില്ല മന്ദാരം പൂക്കും മറുതീരത്താണോ പുന്നാകം പൂക്കും പുഴയോരത്താണോ ആരാനും കണ്ടോ ദൂരെയും പൂത്തോണി പുഴയോരത്തിൽ പൂത്തോണിയെത്തിയില്ല പുഴയോരത്തിൽ പൂത്തോണിയെത്തിയില്ല മാറിക്കാർ വന്നു മാറത്ത് ചായും തൂമിന്നൽ പെൺകൊടിയാളെ കൊണ്ടേ പോയി മാറിക്കാർ വന്നു മാറത്ത് ചായും തൂമിന്നൽ പെൺകൊടിയാളെ കൊണ്ടേ പോയി താഴുന്ന സന്ധ്യേ നിന്നെ തഴുകി താലോലമാട്ടി പാടും പുഴയിൽ ആരാരിൻ തോണി മുക്കി പൂക്കൾ ഒഴുക്കുന്നു പുഴയോരത്തിൽ പൂത്തോണിയെത്തിയില്ല പുഴയോരത്തിൽ പൂത്തോണിയെത്തിയില്ല മന്ദാരം പൂക്കും മറുതീരത്താണോ പുന്നാകം പൂക്കും പുഴയോരത്താണോ ആരാനും കണ്ടോ ദൂരെയും പൂത്തോണി പുഴയോരത്തിൽ പൂത്തോണിയെത്തിയില്ല പുഴയോരത്തിൽ പൂത്തോണിയെത്തിയില്ല പ്രവീണ ആളങ്ങ് ആകെ മാറിപ്പോയല്ലോ. ആണോ? വേറെ ലുക്ക് അല്ലേ? കുറച്ചുകൂടി സൗന്ദര്യം കൂടിയോ പ്രവീണയ്ക്ക്? അത് ഭർത്താവിനോട് ചോദിക്കണം. ഭർത്താവിനോട് ചോദിക്കണം. അതാണ് കറക്റ്റ്. സൗന്ദര്യം കുറച്ചും കൂടി കൂടിയോ? സൗന്ദര്യം കുറവുണ്ടോ? ഓക്കേ. അത് കളിക്കല്ലേ? ആ, പിന്നെ അല്ല, എന്റെ ഭാര്യയല്ലേ. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഗാനം ഇഷ്ടപ്പെട്ടോ? ഓ അടിപൊളി അടിപൊളി, ഇഷ്ടപ്പെട്ടു. ഓക്കെ മഞ്ജരി, എങ്ങനെയുണ്ടായിരുന്നു? ആർക്കാ ഇഷ്ടമല്ലാത്ത ഈ പാട്ട്? ആ അതെ, അസലായിട്ട് പാടി. താങ്ക് യു ചേച്ചി. ഇതിൽ ആരും അഭിനയിച്ചറിയോ? അറിയാം. നമുക്കറിയാം. നെയിൻ ഈ പാട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ പുതിയ ജനറേഷൻ അല്ലേ. അപ്പൊ ഞങ്ങളൊക്കെ വയസ്സായി അതെ 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 അതെ, ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. കല്യാണം ആലോചിക്കണ്ടേ? ആലോചിക്കാം, പ്രായമാവട്ടെ. അപ്പൊ ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട, ചെറുപ്പമല്ലേ, ഈ ജനറേഷനെ അല്ലല്ലോ. അതെ, ഡെയിനിന് ഇപ്പൊ ഒന്നും കല്യാണം വേണ്ട, വേണ്ട. ഞങ്ങൾ അന്വേഷിക്കുന്നില്ല. നിങ്ങൾ ഒന്നുകൂടി മാനസികമായിട്ട് വളരട്ടെ എന്ന് വിചാരിച്ചിട്ട് വീട്ടുകാർ കെട്ടിക്കാൻ മാനസികമായിട്ട് വളരാൻ വേണ്ടിട്ട്. പ്രവീണയുടെ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേത്തെ പെർഫോമൻസിനെക്കാളും ഒക്കെ ആ. ഇപ്പം ഒരു ഇമ്പ്രൂവ്മെന്റ് ഇങ്ങനെ വരുന്നുണ്ട്. കുറെ നാളത്തെ സ്റ്റേജ് എക്സ്പീരിയൻസ് ഇല്ലാത്തതല്ലേ, അപ്പോൾ ഓരോ പടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ, എനിക്കൊന്ന് ആള് കുറച്ച് ഇത് വൃത്തിയായി പാടണം എന്നുള്ള ആ ഒരു ടെൻഷനിൽ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ഒരു പെർഫോമൻസ് ആകുമ്പോൾ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാം. കയറി വരുമ്പോഴത്തേക്കും തൊണ്ടയൊക്കെ മൊത്തം ഡ്രൈ ആയി പോവാ. അതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കുന്ന ആള് ഇവിടെ എത്തി മൊത്തം ഡ്രൈ ആയി പോവാ. അത് നമ്മുടെ ഡയറക്ടർ സാർ എടുത്ത് പറയണം, ഇങ്ങനെ ആക്ഷൻ എന്ന് പറയില്ലേ, അത് പറയുമ്പോ ഡ്രൈ ആവുന്നു. അതെ, ഈ ഒരു തിരിച്ചു വരവിനാണ് വലിയൊരു കയ്യടി. താങ്ക് യു ചേച്ചി. അപ്പോൾ ഇതില് നന്നായി പാടി. ചില സ്ഥലങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് സ്റ്റഡി ആവാം. പെർഫെക്ഷൻസ് കുറച്ച് കുറവുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നമുക്ക് ഒന്നുകൂടെ ശരിയാക്കി എടുക്കണം. ശരിയാവും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ചേട്ടാ പ്രവീണ, സാർ. റിമാർക്കബിൾ ഇമ്പ്രൂവ്മെന്റ് കേട്ടോ, താങ്ക് യു. പറയാതെ നിവൃത്തിയില്ല. ഈ ഒരു 10 വർഷം നമ്മൾ മറന്നു, ഇനി അതില്ല. അതെ, ഇനി അടുത്തത് എന്ത്? അതെ മോർ സിംഗിങ്, മോർ സ്റ്റേജസ്. അതെ, അത് വിടരുത്. ഇല്ല ഒരിക്കലും വിടില്ല, ഒരിക്കലും. വാക്ക്. വെരി ഗുഡ്. താങ്ക് യു സാർ. ഇപ്പൊ എന്തായാലും നമ്മുടെ പ്രവീണ എലിമിനേഷനിൽ പറഞ്ഞ പല വാക്കുകളും പാലിച്ചിട്ടുണ്ട് അല്ലേ? അതെ. അപ്പോ പ്രവീണ, നമ്മുടെ ക്വാർട്ടർ ഫൈനലിലെ 2 റൗണ്ടുകളും കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് മുമ്പിലുള്ളത് എലിമിനേഷൻ ആണ്. അതെ, ഒരു എലിമിനേഷൻ കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തി. അടുത്തത് നമുക്ക് കടക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു. വേണുചേട്ടാ, മഞ്ജരി, നമ്മുടെ ക്വാർട്ടർ ഫൈനൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 10 മ്യൂസിക്കൽ വൈസും തകർത്ത് പാടിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഞാനും എന്റേതായ കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. എനിക്കൊരു ഇമ്പോസിഷൻ ഒക്കെ തന്നിരുന്നല്ലോ, അതെ, ഓർമ്മയില്ലേ? രാഗങ്ങൾ എഴുതി കൊണ്ടുവരാൻ. എഴുതി കൊണ്ടുവന്നിട്ടില്ല, എഴുതുന്നുണ്ട്.
രാഗങ്ങൾ 100 ആയിട്ടില്ല, അതുകൊണ്ടാ. അപ്പൊ എന്തായാലും നമ്മുടെ ക്വാർട്ടർ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എലിമിനേഷന് മുമ്പ് ഇനി ഒരൊറ്റ മത്സരാർത്ഥിയുടെ ഗാനം മാത്രമാണ് നമ്മൾ കേൾക്കാൻ ബാക്കി. ഒരൊറ്റ മ്യൂസിക്കൽ വൈഫിന്റെ. തയ്യാറാണോ? Ready. തയ്യാർ. ലെറ്റ്സ് വെൽക്കം ശിശിര. വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിലെ വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, എന്നോട് കിന്നാരം പറഞ്ഞവനെ. വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കിലെ വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, എന്നോട് കിന്നാരം പറഞ്ഞവനെ. കളിവാക്ക് പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിന് മധുവാണ്. കളിവാക്ക് പറഞ്ഞാലും കാര്യം പറഞ്ഞാലും കാതിന് മധുവാണ്. ഇന്ന് കരക്കാര് നമ്മെ ചൊല്ലി കളിയാക്കി പറഞ്ഞാലും കരളിന് കുളിരാണ്, എന്റെ കരളിന് കുളിരാണ്. ഒരുമിച്ചു കളിച്ചതും ഒരുമിച്ചു വളർന്നതും ഒരുത്തനും അറിയില്ല. ഒരുമിച്ചു കളിച്ചതും ഒരുമിച്ചു വളർന്നതും ഒരുത്തനും അറിയില്ല. എന്നാലും ഒഴുകുമിയാറ്റിലെ ഓളങ്ങൾ കന്നത്തെ ഒരുപാട് കഥയറിയാം. ഈ ഓളങ്ങൾ കന്നത്തെ ഒരുപാട് കഥയറിയാം. അരളിപ്പൂമരച്ചോട്ടിൽ ആറ്റിലെ മണലിനാൽ കളിപ്പുര വെച്ചില്ലേ. പണ്ട് കരിഞ്ചിരയരിഞ്ഞിട്ട് കണ്ണഞ്ചിരട്ടൽ ബിരിയാണി വെച്ചില്ലേ. നമ്മള് ബിരിയാണി വെച്ചില്ലേ. വെളുക്കുമ്പം കുളിക്കുവാൻ പോരുന്ന വഴിവക്കില് വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, എന്നോട് കിന്നാരം പറഞ്ഞവനെ. കളിയാടും സമയത്ത് മറ്റാരും കാണാതെ കാനേത്ത് കഴിച്ചില്ലേ, എന്നെ കാനേത്ത് കഴിച്ചില്ലേ. കളിയാടും സമയത്ത് മറ്റാരും കാണാതെ കാനേത്ത് കഴിച്ചില്ലേ, എന്നെ കാനേത്ത് കഴിച്ചില്ലേ. ചെറുപുതുക്ക പെണ്ണുങ്ങൾ വന്ന് പുത്തിലഞ്ഞി പൂക്കൾ കൊണ്ട് പതക്കങ്ങൾ അണിയിച്ചില്ലേ, എന്നെ പതക്കങ്ങൾ അണിയിച്ചില്ലേ. വെളുക്കുമ്പം കുളിക്കുവാൻ പോകുന്ന വഴിവക്കില് വേലിക്കൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, എന്നോട് കിന്നാരം പറഞ്ഞവനെ. ശിശിര എന്തോ കലക്കി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ എക്സ്പ്രഷൻ ഒക്കെ കണ്ടായിരുന്നോ? വേണിച്ചേട്ടനെ നോക്കി പാടിയ പാട്ട് വരികൾ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഹരം കൊള്ളായിരുന്നു. അതൊക്കെ ഇതിനകത്തൊരു കണ്ടിട്ട്. വരിയുണ്ട്, ഡെയിനിന് പറ്റിയ വരിയാണ്. എന്താണാവോ? മറ്റാരും കാണാതെ കാനേത്ത് കഴിച്ചില്ലേ. കാനയത്ത് എന്താ ഡെയിനെ? മഞ്ചരി എന്താ മഞ്ചരിക്ക് അറിയാലോ. നിങ്ങൾ ഇത് വലിയൊരു ചർച്ച വിഷയമാക്കി എടുത്തിരിക്കുവാ കേട്ടോ. ഇതിപ്പോ എനിക്ക് തന്നെ തോന്നി തുടങ്ങി ഞാൻ എന്താ പൊര നടഞ്ഞ് നിൽക്കുവാണെന്ന്. ശരി, എന്തായാലും ശിശിരയുടെ ആ ഭാവങ്ങളോട് കൂടിയ ആ പാട്ട് ഇഷ്ടപ്പെട്ടോ മഞ്ചരി? ബാബുരാജ് മാഷ്ടർ, ഓ
ഒരു സൂപ്പർ സോങ്. അതെ. ഞാൻ പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ പാടി നടന്നൊരു പാട്ടാ ഇത്. ആഹാ. നല്ല ഒരു രസമുള്ളൊരു അതെ. നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ ഒക്കെ കൊണ്ടുവരുന്ന ഒരു പാട്ട്. അപ്പൊ അത് നല്ല ക്യൂട്ടായിട്ടുള്ള വോയിസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. അത് എക്സ്പ്രഷനൊക്കെ മുഖത്തുള്ള ഒരുപാട് എക്സ്പ്രഷനും ആളവിടെ ഭർത്താവിനെ ഇങ്ങനെ ആലോചിച്ച് പാടുക. കാണുന്നുണ്ടോ ഇതൊക്കെ നമ്മുടെ കഥയാണ്. ആഹാ അതാ കഥയിലൂടെ പറയാ കാനേത്ത് കഴിച്ചില്ലേ എന്നൊക്കെ. ഞങ്ങൾ അന്നേരം അത്ര ആലോചിച്ചില്ല. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതില് കുറച്ച് കാര്യങ്ങള് ആ പല്ലവിയുടെ തുടക്കത്തിൽ പാടിയ വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ, അത് ഇടയ്ക്ക് പോരുന്നാണ് കേൾക്കുന്നത്. ആദ്യം പാടിയപ്പോൾ ഓക്കെ ആയിരുന്നു, ലാസ്റ്റ് പാടിയപ്പോൾ പോരുന്ന. അപ്പോൾ സ്പെഷ്യലി നമ്മൾ പാടുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് വാക്കുകൾക്ക് സ്ട്രെസ് കൊടുത്താലേ അത് ക്ലിയർ ആയിട്ട് കേൾക്കുള്ളൂ. ലാസ്റ്റ് പല്ലവിയിലാണ് എനിക്ക് കൂടുതലും തോന്നിയത് കുറച്ചൊരു സ്റ്റഡി ഇല്ലായ്മ. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആ ക്യൂട്ട് ശബ്ദമാണ്, ഈ കുഞ്ഞു കുരുവിയുടെ ഒരു ശബ്ദം. താങ്ക് യു ചേച്ചി. വേണുചേട്ടാ. എനിക്ക് തോന്നിയൊരു കാര്യം, ഇത് ഏർലി 60s ആണ് ഈ പാട്ട്. അന്നത്തെ കാലത്തെ ഈ ഒരു രചന വരച്ച് കാട്ടുന്ന ആ ഒരു പിക്ചർ, അതിന് യോജിക്കുന്ന വോയിസ് ആണ് ശിശിരയുടെ. ആ ഒരു ഓൾ ടൈം ഒരു സ്വീറ്റ്നെസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൽ വന്ന ചെറിയ പോരായ്മകൾ ക്ഷമിച്ചു. അപ്പൊ എന്തായാലും ഒരു എലിമിനേഷൻ ഉണ്ട്. അത് തരണം ചെയ്യണം അല്ലേ? നോക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 2 ദിവസങ്ങളായി നമ്മുടെ ക്വാർട്ടർ ഫൈനൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ മത്സരം നടന്നത്. നമ്മുടെ 10 മ്യൂസിക്കൽ വൈഫ്സിന്റെയും അടിപൊളി പെർഫോമൻസുകൾ കഴിഞ്ഞു. നമ്മുടെ 2 ജഡ്ജസും ഇങ്ങനെ കണക്കൂട്ടലിലാണ്, അവരുടെ മാർക്കുകളൊക്കെ കൂട്ടി കുറച്ച് നിൽക്കുന്നു. അപ്പോൾ ഇനി എലിമിനേഷൻ.